ഹവ ഡിയേഴ്സ്, ഇതാണ് ഏർട്ടിക്കേരിയ ഹൈവ്സ് എന്ന് പറയുന്ന ഒരു സൈസിലെ അലർജി കേട്ടോ. എത്ര പേർക്ക് ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ എനിക്ക് കൊച്ചിലെ മുതലേ ഉള്ളൊരു സംഭവമാണിത്. ദേഹം മുഴുവൻ ഇങ്ങനെ ചൊറിഞ്ഞ് തടിച്ച് ചെറിയൊരു അലർജി ഏതെങ്കിലും സൈഡിൽ കൂടെ പോയാൽ വരുന്നൊരു അസുഖമായത് വല്ലാതെ ബുദ്ധിമുട്ടിക്കും നമ്മളെ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. സത്യം പറഞ്ഞാൽ പേഴ്സണലി ഞാൻ കുറേ തിരക്കിപ്പെട്ടിരിക്കുന്ന ഒരു ടൈമാണ് ഇത്. ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ലൈഫിൽ അങ്ങനെയും വരൂല്ലേ. അതിൻ്റെ കൂടെ നല്ല അലർജിയുടെ കുറച്ച് ഇഷ്യൂസും കൂടെ ഒക്കെ വന്ന് ആകെ പെട്ടിരിക്കുന്ന ഒരവസ്ഥയായിപ്പോൾ. അതെന്താണെന്ന് ഞാൻ പറയാതെ അതിന് മുന്നേ നമ്മുടെ ടൗൺഷിപ്പിൽ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ട്, മൾട്ടിഗ്രെയിൻ. അങ്കൂലിപ്പോൾ വെക്കേഷൻ ആയണ്ടേ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ ഇത് വിശ്വസിച്ച് വാങ്ങിച്ചും കൊടുക്കാം. അപ്പോൾ ഞാൻ ബ്രെഡും വാങ്ങിച്ച് ചെറുതായിട്ട് പച്ചക്കറിയൊക്കെ ഇട്ടൊരു സ്റ്റൂ അവന് ഇഷ്ടമാണ്. ഇത് നല്ല പഞ്ഞി പോലത്തെ ബ്രെഡല്ലേ. അപ്പോൾ ചിക്കൻ സ്റ്റൂവോ വെജിറ്റബിൾ സ്റ്റൂവോ എന്തെങ്കിലും ഇങ്ങനെ പുറത്തൊഴിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. അവർ ചൂടോടെ തന്നെ കൊണ്ടും വരും. അതേ ഇതുപോലത്തെ ഒരു സ്റ്റൂ ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ് എല്ലാം നമ്മൾ ഇട്ടിട്ട് ഹോൾ സ്പൈസസ് എന്തെങ്കിലും പട്ടയോ ഗ്രാമ്പോ ഒരു ഫ്ലേവറിന് വേണ്ടി ഇടുക. അതൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ട് കുരുമുളകും നമുക്ക് എരിവിനിടാം, പച്ചമുളകൊക്കെ. എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ നോർമൽ പാലങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അത് ഈ ബ്രെഡിൻ്റെ പുറത്ത് ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ലഞ്ചിന് ചോറുണ്ടാക്കി വെച്ചു. ഞാനൊരു കാര്യം കാണിച്ചു തരാം അതിന് മുന്നേ. ഇവിടുത്തെ മഴ കണ്ടോ? ഇവിടെ വേനൽ മഴയാണോ അതോ മൺസൂൺ മഴയാണോ എന്ന് അറിയത്തില്ല. മരമൊക്കെ പിഴുത് നമ്മുടെ റൂമിനടുത്തോട്ട് കിടക്കുകയാണേ. അതായത് രാത്രിയിൽ വലിയ ശബ്ദങ്ങൾ കേൾക്കാം മഴ പെയ്യുവാണെങ്കിൽ. ഇപ്പം രാവിലെ രാത്രിയിൽ എങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഏത് സമയം എപ്പോൾ വേണമെങ്കിലും മഴ വരാം. അതിൻ്റെ കൂടെ ഒരു നമ്മുടെ ബാൽക്കണിയുടെ കോലം കണ്ടോ? എന്നും തൂത്തു തുടയ്ക്കുന്നതാണ് നമ്മുടെ ജോലി. പക്ഷേ ഒരു മഴ പെയ്യുമ്പോൾ ആ മണ്ണും ചെളിയൊക്കെ എങ്ങനെ വരുന്നെന്ന് എനിക്കറിയത്തില്ല. മരം അങ്ങനെ പിഴുത് കിടക്കുന്നുണ്ടോ? ഇനി അതൊക്കെ മാറ്റണം. വെള്ളം കണ്ടോ? നിറഞ്ഞു. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ആ ഡ്രെയിനേജ് വഴി പെട്ടെന്ന് പോകുന്നുണ്ട്, ഡ്രൈ ആവും. അതാണ് ഈ കാറ്റ് വരുമ്പോൾ നല്ല രീതിയിൽ പൊടിയും അടിച്ച് കയറുന്നത്. അപ്പോൾ അതൊക്കെ ആയിരിക്കും അലർജിയുടെ ഇഷ്യൂസും വരുന്നത്. എന്താണെന്ന് ഞാൻ പറയാം. എന്നെ എന്തോ കടിക്കുകയും കൂടെ ചെയ്തെന്നേ. മൊത്തത്തിൽ ഒന്നും പറയണ്ട. കടിച്ചെന്താ വെച്ചാൽ എന്തോന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഈ തൈ ഭാഗം ഉണ്ടല്ലോ, അവിടെ 3 കുത്താണ്. അവിടെ നല്ല തെണുത്ത് വരുന്നു. പിന്നെ എനിക്ക് ഏർട്ടിക്കേരിയ ഹൈവ്സ് എന്ന് പറയത്തില്ലേ, നമുക്ക് അലർജി ഇഷ്യൂസ് ഉള്ളവർക്ക് അറിയായിരിക്കും. ഇങ്ങനെ തെണുത്ത് പൊങ്ങുന്ന അങ്ങനെ ഒരു അസുഖം എനിക്ക് കൊച്ചിലേ ഉണ്ട്. അതും കൂടെ ആയപ്പോൾ ഗംഭീരമായി എൻ്റെ തൊണ്ട, മണ്ട കംപ്ലീറ്റ് ചൊറിയും. നമ്മുടെ ഇവിടെ പുല്ല് വെട്ടി നടക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് അലർജി ഇഷ്യൂസ് വരുന്നുണ്ട്, തൊണ്ടയും മണ്ടയൊക്കെ ചൊറിയുന്നുണ്ട്. ഇതിപ്പോൾ എന്തോ കടിക്കുകയും കൂടെ ചെയ്തപ്പോൾ ഒന്നും പറയാത്ത അവസ്ഥയായി. അപ്പോൾ ഈ മാങ്ങ നമ്മൾ നമ്മുടെ ശർമാജിയുടെ കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല കേട്ടോ, ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചതാ. ഡൽഹിയിൽ നമ്മൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ നമ്മുടെ മലയാളി ഫുഡിനെ കുറിച്ച് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഡൽഹിയിലുള്ള. അപ്പോൾ ഇവിടെയൊക്കെ വരുവാണെങ്കിൽ തിരക്കി നടക്കണ്ടല്ലോ, ഒരു ഹെൽപ്പ് ആവട്ടെ, ആദ്യമൊക്കെ വരുന്നവരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഇട്ടേ കേട്ടോ. 4 കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ കഴിച്ചിട്ട് ഞാൻ വിചാരിച്ചു മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഈ നീളമുള്ള മാങ്ങയാണ് നമ്മൾ മാമ്പഴപ്പുളിശ്ശേരിക്ക് എടുത്ത കേട്ടോ. മറ്റേ ഉണ്ടമാങ്ങയ്ക്ക് കുറച്ചും കൂടെ മധുരമാണ്. അപ്പം ഞാൻ 3 എണ്ണം എടുത്ത് കുറച്ച് മുളക് പൊടിയും പച്ചമുളകും ഉപ്പും മഞ്ഞപ്പൊടിയും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് വേവിച്ചെടുത്തിട്ട് നന്നായിട്ട് കുത്തി വെച്ചപ്പോൾ നല്ല മാംസം ഉണ്ടായിരുന്നു. അപ്പോൾ കുറുകി കിട്ടി. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി മധുരമുള്ള മാങ്ങയാണെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഒരു കുറുകി വേറൊരു ടേസ്റ്റ് തരും ഈ ശർക്കര. അതിനകത്ത് നമ്മുടെ തേങ്ങയും ജീരകവും കൂടെ അരച്ചൊഴിച്ചിട്ട് വീണ്ടും കുറുക്കി എടുത്തിട്ട് ഞാൻ സ്വന്തമായി ഉണ്ടാക്കി വെച്ച നമ്മുടെ തൈരാണ്. അത് ഞാൻ മോരാക്കി ഫ്രിഡ്ജിലൊന്ന് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് 2-3 ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം കേട്ടോ. തിളപ്പിക്കുകയും ചൂടാക്കുകയൊന്നും പിന്നെ വേണ്ട. രാവിലെ എടുത്ത് പുറത്ത് വെച്ചാൽ അത് ഉച്ചയ്ക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ട്. ഒരാഴ്ചയോളം ഇത് ഇരിക്കും കേട്ടോ ഫ്രിഡ്ജിൽ. നമ്മൾ ശരിക്കും ഇത് ഇരിക്കും തോറുമാണ് ടേസ്റ്റ് എന്നാണ് പറയുന്നത്. ഉണ്ടാക്കിയതിനെക്കാട്ടിയും പിറ്റേ ദിവസമാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പം നമ്മുടെ നാടൻ വെളിച്ചെണ്ണ നമ്മുടെ അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് വരുന്നതാ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ വെച്ചെന്ന് കടുക് വറുത്ത്. ഇപ്പോൾ ഒലിവ് ഓയിലിൻ്റെ വിലയായി നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക്. അപ്പോൾ നമ്മുടെ തൈര് മോരാക്കിയത് ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽ മുളകും കുറച്ച് മുളക് പൊടിയും ഉലുവയും കൂടെ ഒക്കെ ചേർത്തൊന്ന് പൊട്ടിച്ചിട്ടു. കറിവേപ്പിലയും കൂടെ ഉണ്ടെങ്കിൽ കിടില വായനെ. പക്ഷെ ഞാൻ പൊട്ടിച്ചില്ല. അതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, കുറേ നാളായിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കുന്ന വെണ്ടയ്ക്കയായിരുന്നു. അതിനെ എടുത്ത് മെഴുക്ക് വരട്ടി ഉണ്ടാക്കി. ഇതൊക്കെ മതിയെന്ന്. ഞാൻ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഞാൻ വരുത്തിയൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. കലക്കുഞ്ഞുമ്മയാണ് ഇൻസ്റ്റാഗ്രാം വഴി കണ്ടിട്ട് എനിക്ക് നല്ലതാണെന്ന് പറഞ്ഞ് അയച്ചു തന്ന്. ഞാൻ വാങ്ങിച്ച് പെട്ടെന്ന് വന്ന ഒരാഴ്ചക്കകം നമ്മുടെ
പോസ്റ്റ് വഴി വന്നതാണ്. ഇത് എലിഫന്റ് കാപ്രിയ. ഇത് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണം. ഓൾറെഡി അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുതിയ ഡ്രസ്സ് എനിക്ക് ഇടാനും ഒരു മടിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടേ ഞാൻ ഇടുന്നുള്ളൂ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇട്ടുപോലും നോക്കിയില്ല. പിന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നതേ ഞങ്ങൾക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റാട്ടോ. ഡ്രസ്സ് നമ്മുടെ ഫ്രണ്ട്സ് തന്ന ഗിഫ്റ്റാണ്. രാഖയുടെ ഫ്രണ്ടും ഫാമിലി. ഇത് എനിക്കുള്ള കേട്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എനിക്ക് ആ കോംബോ ഇഷ്ടമായതുകൊണ്ട് ഷർട്ടാണ്. കുറച്ച് ഓവർ സൈസ്ഡ് ഷർട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ ആ ടൈപ്പിൽ. ഇത് അങ്കൂന് സിമ്പിൾ നമ്മുടെ കോളറൊക്കെ ഉള്ള ടീഷർട്ട് ടൈപ്പ് ഉണ്ടല്ലോ, അതാണ് സംഭവം. അതൊരു ക്രീമിഷും ഒരു നേവി ബ്ലൂ കളറിൽ. പിന്നെ നമ്മുടെ അമ്പലത്തിൽ നിന്ന് ഞാൻ ബാൻഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ദൃഷ്ടിദോഷം മാറുന്ന ബാൻഡ് എന്ന് പറഞ്ഞ് കണ്ടിട്ട്. ചന്ദനത്തിരിയൊക്കെ നമ്മുടെ നാട്ടിലൊരു മണം വന്ന് അങ്ങനെ വാങ്ങിച്ചിട്ടേട്ടോ. അപ്പോൾ ഇതായിരുന്നു നസർ എന്നാണ് ഇവിടെ കണ്ണ് ദൃഷ്ടിക്ക് പറയുന്നത് കേട്ടോ. അത് മാറട്ടെ എന്ന് വെച്ചിട്ട് 2 ബാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്. ചുമ്മാ മനസ്സിനൊരു സമാധാനം. ഇതും നമ്മുടെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് തന്നെയായിരുന്നു. നമ്മുടെ ഇവിടെ ഗ്രാമത്തിലുണ്ടാക്കുന്ന ഹണി ആട്ടോ. ഇവിടെ തന്നെ തേനീച്ച അവർ ചെയ്തിട്ട് മസ്റ്റേർഡ് ഹണി, കടുകിൻ്റെ തുറന്നപ്പോൾ വല്ലാത്തൊരു സ്മെല്ലുണ്ട്. പക്ഷേ ഇത് പ്യൂർ ഹണിയാണ്. അതായത് ആ ഹണി കോമ്പിന്ന് അവരിങ്ങനെ കൊണ്ടുവന്ന് ഇട്ട നാടൻ തേൻ. ഡിന്നറിന് ഇന്ന് നമ്മൾ സിമ്പിൾ ഒരു ദാലാണ്. പച്ചമുളകും തക്കാളിയും പെരിഞ്ചീരകവും നമ്മുടെ തുവരപ്പരിപ്പും കൂടെ കഴുകി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് വെള്ളം ആവശ്യത്തിനൊഴിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് ഉപ്പിടുന്നത്. ചിലപ്പോൾ ഉപ്പ് വെന്തില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇത് ഉടച്ചിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തങ്ങ് ഇട്ടെടുത്താൽ മതി. വേറെ ഒന്നും വേണ്ട, സിമ്പിളാണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പം സമയത്തിൻ്റെ കുറച്ച് പരിമിതികളുണ്ട്. എനിക്ക് ഒട്ടും സമയമേ കിട്ടാറില്ല. പെട്ടെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്ത് തീർക്കാൻ നോക്കുന്നത്. ഭക്ഷണം കഴിച്ചല്ലേ പറ്റത്തുള്ളൂ. അത് നമ്മൾ കൊടുക്കുന്നതാണ് നമ്മുടെ വീട്ടുകാർക്ക് ഇഷ്ടവും. വീട്ടിലുണ്ടാക്കുന്നതല്ലേ എപ്പോഴും ഹെൽത്തിയും. അങ്ങനെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും നമ്മൾ അതൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഡൽഹിയിൽ പോയിരുന്നു പറഞ്ഞല്ലോ നമ്മുടെ അമ്പലത്തിൽ. അത് ഏത് അമ്പലമാണെന്ന് വെച്ചാൽ ഗുരുവായൂരപ്പൻ്റെ അമ്പലമാണ്. മയൂർ വിഹാർ എന്നൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അതെ, നമ്മുടെ അമ്പലത്തിലെത്തി. നല്ല അമ്പലം കേട്ടോ. നമുക്കൊരു മനസ്സിന് ഞാനങ്ങനെ ഒരു റിലീജിയനെ പ്രൊമോട്ട് ചെയ്യുകയോ അങ്ങനെ ഒന്നുമല്ല. നമുക്ക് സമാധാനം കിട്ടുന്ന സ്ഥലം എവിടെയാണെങ്കിലും നമ്മുടെ ഗുരുവായൂരപ്പനെ പോലെ ഇവിടെ ഉത്തര ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നതാണ് അമ്പലത്തിൻ്റെ അകവും കാര്യങ്ങളും ഒക്കെ. നമ്മുടെ അതേ കൾച്ചർ നമുക്കിവിടെ വന്നാൽ ഫീൽ ചെയ്യാമല്ലോ. പക്ഷേ ഇവിടെയുള്ള ആളുകളും കൂടുതൽ വരുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടേതായ ഒരു കൾച്ചർ കാണുമ്പോൾ ഒരു സമാധാനമില്ല. ഇവിടുത്തെ അമ്പലങ്ങൾക്കൊക്കെ വേറെ ഒരു കൾച്ചറാണ്. അപ്പോൾ അവിടെ തന്നെ കുറേ സാധനങ്ങൾ നമുക്ക് നാടൻ, നമ്മുടെ വിളക്ക്, കുറേ തട്ടങ്ങൾ, അങ്ങനെയൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കാം. സെറ്റും മുണ്ടുകൾ ഇതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ നാട്ടിൽ അമ്പലത്തിൽ കിട്ടുന്ന പോലത്തെ അതിലും കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള നല്ല സാധനങ്ങളുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളതൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി നോക്കി. ഇവിടുന്ന് ഒരു വിളക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഗിഫ്റ്റ് കൊടുക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വിളക്കും വാങ്ങിച്ചു. പിന്നെ നമ്മുടെ ചന്ദനത്തിരി ആ ബാൻഡും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ട് ഇതാണ് കേട്ടോ ഉത്തര ഗുരുവായൂരപ്പൻ ടെമ്പിൾ. മയൂർ വിഹാർ എന്നൊരു സ്ഥലത്താണ്. ശരിക്കും നല്ലൊരു സ്ഥലത്താണ് നമ്മുടെ അമ്പലം നിൽക്കുന്നത്. ഇത് ഫ്രണ്ട് കണ്ടോ, ഫ്രണ്ട് ഏരിയ ആണ് അമ്പലത്തിൻ്റെ. കുറേ ആളുകൾ ഇപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചെരുപ്പൊക്കെ പുറത്ത് വെക്കണം. പുറത്തൊരു പൂ വിൽക്കുന്ന ചേച്ചിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാം. തുളസിമാലയും മുല്ലപ്പൂക്കളും എല്ലാം ഉണ്ട്. ഇവിടുത്തെ സ്റ്റൈലിൽ അന്നദാനമൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. കാരണം ഇവിടെ ഉള്ളവരാണ് കൂടുതലും, അങ്ങനെയാണല്ലോ ചുറ്റുവട്ടത്ത് ഇവിടെ ഉള്ളവരൊക്കെയാണ് വന്ന് കഴിക്കുകയും ചെയ്യുന്നത്. പിന്നെ മലയാളീസിന് നമുക്ക് ഇവിടെ ഉള്ളവർക്ക് ഇവിടുത്തെ ഫുഡ് അഡ്ജസ്റ്റഡ് ആവും. നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു ഫുഡ് ഒന്നും അല്ല ഇവിടുത്തെ അന്നദാനം. അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇതാട്ടോ. നമുക്ക് തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമുക്ക് സൈഡിലോട്ട് പാർക്ക് ചെയ്യാം. ദൂരെ ഒന്നും പാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കറങ്ങി വരണമെന്നേ ഉള്ളൂ. അതിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾ ഈ ഒരു ഇപ്പോൾ കാണിക്കുന്ന ഒരു ഏരിയയിലായിരുന്നു പാർക്ക് ചെയ്തിരുന്നത്. പക്ഷെ നമുക്ക് തിരിച്ച് വരണമല്ലോ, 1 വേ അങ്ങനെ ഒരു സംഭവമാണെങ്കിൽ. ഇതാട്ടോ നമ്മുടെ അമ്പലം. അമ്പലത്തിനകത്ത് വീഡിയോ റെസ്ട്രിക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു പോകുന്നതേ. ഇതിനുശേഷം ഞാൻ നമ്മുടെ മലയാളിക്കടയിൽ പോയി ഫുഡ് കഴിച്ചതൊക്കെ ഞാൻ കഴിഞ്ഞൊരു വ്ളോഗിൽ അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഡൽഹി അപ്പോൾ ഒന്ന് ചുറ്റി നമുക്കൊന്ന് കാണാം. സ്കൂളും കാര്യങ്ങളും ഒക്കെ ഇവിടെ അടുത്തുള്ള കേട്ടോ. നല്ലൊരു ഏരിയ. ഈ കാണിക്കുന്നതാണ് അക്ഷർധാം ടെമ്പിൾ കേട്ടോ. അക്ഷർധാം ടെമ്പിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഇവിടെ ഡൽഹിയിൽ ഈ ടൂറിസത്തിനൊക്കെ വരുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അത് ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത മയൂർ വിഹാറിൻ്റെ അടുത്ത. നമ്മുടെ യമുന ഇതിലേ കൂടി ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. നല്ലൊരു സ്ഥലം കേട്ടോ. ഇവിടെ നല്ല, അതായത് എന്താ പറയുക, സാധാരണ ഒരു ഡൽഹി ഒരു ഗലി ടൈപ്പിനെക്കാട്ടി ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ കുറച്ച് വിസ്താരമുള്ള റോഡുകളും മൊത്തത്തിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടും. ആ അമ്പലം കണ്ടോ, നല്ല സ്വർണ്ണ കളറിൽ നമുക്ക്
കാണാൻ പറ്റും ഇവിടെ നിന്നാല്. അപ്പോൾ ഇത് വരുന്നത് ശരിക്കും നോയിഡ ബോർഡർ ചേർന്നാട്ടോ. നമ്മൾ ശരിക്കും ഹരിയാന ബോർഡർ ആണ്. നമ്മൾ ഹരിയാനയിലോട്ടാകുമ്പോൾ ഗുഡ്ഗാവ് ആ ഒരു ബോർഡർ ആണല്ലോ. ഇത് ശരിക്കും നോയിഡ UP അതിന്റെ ബോർഡറിന് അടുത്തായിട്ട് വരും കേട്ടോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. മെട്രോയും കാര്യങ്ങളൊക്കെ കണ്ടോ. ഇതിന് താഴെ നമ്മുടെ യമുന നദിയാട്ടോ. യമുന പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കുറെ ഷോപ്പിങ്ങിനൊക്കെ വരണമെങ്കിലൊക്കെ ഇവിടെ സുഖമായിട്ട് വരാം. പക്ഷെ നമുക്ക് കുറച്ച് ദൂരമുണ്ട്. നമ്മളങ്ങ് ഞാൻ പറഞ്ഞല്ലോ ഹരിയാന ബോർഡറിലാണ്, ഇതിങ്ങ് UP ബോർഡറിലാണ്. എങ്കിലും നമ്മുടെ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി നമ്മൾ ഓടി വന്നു. നമ്മുടെ അയ്യപ്പന്റെ ഒരു അമ്പലമുണ്ട്, അത് കുറച്ചും കൂടെ നമുക്ക് അടുത്താണ്. അത് RK പുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതൊക്കെയാണ് ഡൽഹിയുടെ ഒരു പൊതുവായ നല്ല കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ. അല്ലാതെ കുറച്ച് കാഴ്ചകളും ഉണ്ട്. അപ്പോൾ നമ്മൾ കാണിക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാഴ്ചകൾ കാണിച്ചാലല്ലേ നിങ്ങൾക്ക് വരുമ്പോഴും ഒരു എനർജി വരത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൽഹി ഇന്നത്തെ കാഴ്ചകൾ. ഞാൻ വെച്ചാൽ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇതങ്ങ് ഇട്ടേക്കാന്ന്. ഡൽഹിയുടെ ഒരു പ്രത്യേകത പറഞ്ഞാലേ പ്രൈവസിയുടെ കാര്യത്തിൽ കുറച്ച് മുന്നിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ നമ്മളുടെ കാര്യം വേറൊരാൾ അന്വേഷിക്കാനോ അങ്ങനെയൊന്നും നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ കൊച്ചി ഇപ്പോൾ ഏകദേശം ആ ടൈപ്പ് ആയെന്ന് തോന്നുന്നു. ആ ഒരു രീതിയാണ്. നമുക്ക് നമ്മുടെ ലൈഫ് ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക. അതിനപ്പുറത്തോട്ട് വലിയ സൗഹൃദങ്ങളൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെന്താണ് ഇന്നത്തെ വീഡിയോയിൽ വെച്ച് വേണ്ടിയപ്പോൾ കേട്ടോ. കുറച്ച് നല്ല റെസിപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ടേ ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഒത്തിരി സ്നേഹത്തോടെ ബൈ ബൈ ഡിയേഴ്സ്.